ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാവിലെ തന്നെ രേവതി കിച്ചണിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് വർഷ വരും. വർഷ വന്നപ്പോൾ ഒരു ചായ എടുക്കട്ടെ എന്ന് ചോദിക്കാണ് രേവതി. വർഷ പറയുന്നത് എനിക്ക് ചായ ഒന്നും വേണ്ട, എനിക്കൊരു ഓംലെറ്റ് അടിച്ചു തരാമോ എന്ന് ചോദിക്കും. അന്നേരം രേവതി പറയുന്നത് അതെ ഇവിടെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ടല്ലോ, ഇഡ്ഡലി തരാമെന്ന് പറയുന്ന സമയത്തന്നെ വർഷ വിടുന്നില്ല. അതൊന്നും എനിക്ക് വേണ്ട രേവതി ചേച്ചി, എനിക്കൊരു ഓംലെറ്റ് മാത്രം മതി, ഇഡ്ഡലി വേണ്ട എന്ന് പറയാൻ എന്താ പെട്ടെന്ന് കാരണമെന്ന് രേവതി തിരക്കിയപ്പോൾ വർഷ പറയുന്നുണ്ട് അതൊന്നുമില്ല, ശ്രീകാന്ത് തന്നെ എപ്പോഴും കളിയാക്കുവാണ് തടി കൂടിയെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വെയിറ്റ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എന്നിട്ട് വേണം വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് അവനോട് 4 വർത്തമാനം പറയാനെന്നൊക്കെ പറയട്ടെ വർഷ. അത് കേട്ടപ്പോൾ രേവതിക്ക് അങ്ങ് ചിരി വന്നു. ആഹാ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കൂട്ടോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ രേവതി പറയുന്നത് ഞാൻ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്തിനാ എന്നെ കാണാനോന്ന് ചോദിക്കുമ്പോൾ അതേന്നേ ശ്രുതിയോടൊരു താങ്ക്സ് പറയാനിരിക്കുമായിരുന്നു എന്ന് പറയും. എന്നോട് താങ്ക്സോ, എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ രേവതി പറയുന്നുണ്ട് അല്ല ശ്രുതിയല്ലേ ആ 2 ലക്ഷം രൂപയും മാലയും കൊണ്ടുപോയി കൊടുത്തുകൊണ്ടതിനെ ബാമാൻഡിയുടെ ആ അടി അങ്ങ് കൊണ്ടുപോയി തീർത്തത്. രേവതി സംസാരിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ വെള്ളം അങ്ങ് തൊണ്ടയിലേക്ക് കുടുങ്ങി. അവൾ ആകെ ഇങ്ങനെ വിക്കിപ്പോയി. വർഷ ഉടനെ തന്നെ ചോദിച്ചു ഇതെന്ത് പറ്റി ശ്രുതിയെടുത്തി, സൂക്ഷിച്ചൊക്കെ നോക്കി വെള്ളം കുടിക്കേണ്ടേ, എന്താ വെള്ളം ഇറങ്ങുന്നില്ലേ? ശ്രുതി ആകെ പരിഭ്രമിച്ച് ചോദിച്ചു. അല്ല ഇതാരാ രേവതിയോട് പറഞ്ഞത്? രേവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ബാമാൻഡി തന്നെയാ എന്നോട് പറഞ്ഞത്. ഓഹോ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത പൈസയാണല്ലോ എന്ന് ബാമാൻഡി ഇപ്പോൾ എല്ലാവരോടും വിളംബരം ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും വർഷ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. നീ എന്തിനാ എങ്ങനെ ചിരിക്കുന്നത് എന്ന് രേവതി ചോദിച്ചപ്പോൾ വർഷ പറയുന്നുണ്ട് അതോ ഒരാളോട് പറയരുത് എന്ന് പറഞ്ഞെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങിയത് ഒരു 10 പേരോടെങ്കിലും പറഞ്ഞിരിക്കും. ബാമാൻഡിയുടെ കാര്യം അതുപോലെ തന്നെയാണല്ലേ. പിന്നീട് ശ്രുതി പേടിയോടുകൂടി തന്നെ ചോദിച്ചു വേറെന്തൊക്കെയാ ബാമാൻഡി പറഞ്ഞത് എന്ന്. അല്ല ആരോടും പറയരുത് എന്ന് ഈ പണം ശ്രുതി കൊണ്ടുപോയി കൊടുത്തതാണെന്നൊക്കെ ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. ഓഹോ അപ്പോൾ വള്ളി പുള്ളി വിടാതെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻറ്റിയുടെ ഒരു കാര്യം ഏത് നേരത്തോ എന്തോ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് തന്നെ വർഷ ചോദിക്കുന്നത് അല്ല ശ്രുതിയെടുത്തി എന്തിനാ പണം കൊണ്ടുപോയി കൊടുത്തത്? അതിന് ശ്രുതി മറുപടി പറഞ്ഞത് അത് പിന്നെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെയ്തതാണ് എന്നാണ്. എങ്കിൽ പിന്നെ ഇവിടുത്തെ അമ്മയോടും ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട അത് തൽക്കാലം ആരും അറിയണ്ട എന്ന് ശ്രുതി തറപ്പിച്ചു പറഞ്ഞു. രേവതി പറയുന്നുണ്ട് ശ്രുതിയുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാ വലിയൊരു പ്രശ്നം ഒഴിവായത്. പക്ഷേ വർഷക്കത് അത്രങ്ങ് പിടിച്ചില്ല. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അതെന്താ വർഷ നീ അങ്ങനെ പറഞ്ഞത് എന്ന് രേവതി തിരക്കിയപ്പോൾ വർഷ തന്റെ സംശയം പുറത്തുവിട്ടു. അല്ല ഇതിന്റെ പിന്നിൽ വലിയൊരു കള്ളൻ ഒളിഞ്ഞിരിക്കുന്നില്ലേ? അല്ല ആ 2 ലക്ഷം രൂപ ആരോ അടിച്ചു മാറ്റിയതല്ലേ, അത് ആരാണെന്ന് അറിയണമല്ലോ. നമുക്ക് പോലീസിലൊന്ന് കംപ്ലൈന്റ് കൊടുത്താലോ? പോലീസ് എന്ന് കേട്ടപ്പോൾ ശ്രുതി ശരിക്കും അങ്ങ് ഞെട്ടി. ഇനി എന്തിനാ കംപ്ലൈന്റ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പണം എന്തായാലും കിട്ടിയല്ലോ. കുടുംബത്തിൽ ഇനി വെറുതെ ഒരു വഴക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഇത് ചെയ്തതാ. ഇതും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് തടിയൂരി. വർഷ ആലോചനയിലായി. വർഷ രേവതിയോട് ചോദിച്ചു രേവതി ചേച്ചിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന്. ശ്രുതിയെടുത്ത് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം താലിമാല വരെ പണയം വെച്ച് ആദ്യം 3 ലക്ഷം രൂപ, ഇപ്പൊ 2 ലക്ഷം രൂപ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? രേവതിക്കും അത് മനസ്സിലാവുന്നില്ല. അതാ എനിക്കും പിടികിട്ടാത്തത് എന്ന് വർഷ പറഞ്ഞു. സംതിങ് ഫിഷി, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഈ കുടുംബത്തിലെ പ്രശ്നം തീർക്കാൻ വേണ്ടി ശ്രുതിയെടുത്തിയുടെ മാല പണയം വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? മുൻപെപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? രേവതി പറയുന്നുണ്ട് ഇല്ല. അതാ ഞാൻ പറഞ്ഞത് ഇതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സാരമില്ല, അതെന്താണെന്ന് നമുക്ക് കണ്ടെത്താമെന്ന് പറഞ്ഞ് വർഷ പോയി. പിന്നീട് രേവതി ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല പൗഡർ എടുത്ത് താങ്ക്സ് പറഞ്ഞോ? രേവതി പറഞ്ഞു ഉവ്. പക്ഷേ വർഷ പറയുന്നത് ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്നാണ്. സംതിങ് ഫിഷിയോ? സച്ചി അത് കേട്ട് ആലോചനയിലായി. അതെ വർഷ പറഞ്ഞ ഡയലോഗ്. അവൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതിലെന്തെങ്കിലും കാണും. എന്തായാലും ശ്രുതിയെടുത്ത് ഇങ്ങനെ വെറുതെ ചെയ്യില്ല. ഇതിലും വലിയ എന്തോ ഒരു കള്ളത്തരം അവൾ കാണിച്ചിട്ടുണ്ടാവും. രേവതി പറയുന്നുണ്ട് പോട്ടെ സച്ചിയേട്ടാ, തൽക്കാലം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പണം കിട്ടിയല്ലോ. പക്ഷേ സച്ചിക്ക് അത്ര തൃപ്തിയായിരുന്നില്ല. പണം കിട്ടി, പക്ഷേ താലിമാല വരെ പണയം വെച്ചിട്ട് പണം കൊടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. രേവതി സച്ചിയെ സമാധാനിപ്പിച്ചു. എപ്പോഴെങ്കിലും സത്യം പുറത്തു വരാതിരിക്കില്ല സച്ചിയേട്ടാ. പിന്നീട് ശ്രുതിയും സുധിയും ഷോപ്പിലിരിക്കുമ്പോഴാണ് അഭിലാഷ് സാറിന്റെ കോള് വരുന്നത്. ശ്രുതി ഫോണെടുത്ത് സംസാരിച്ചു. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. 10 ലക്ഷം രൂപ ശ്രുതിയുടെയും സുധിയുടെയും അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ലാഭമായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്ത് 10 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ ശ്രുതിക്കും സുധിക്കും സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് ആദ്യത്തെ ലാഭവിഹിതമാണെന്നും ബിസിനസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാടധികം കിട്ടുമെന്നും സാറ് പറഞ്ഞു. ഫോണ് വെച്ചപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയെ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ 10 ലക്ഷം രൂപ, പിന്നെ 20 ലക്ഷം, പിന്നെ 50 ലക്ഷം, അങ്ങനെ 1 കോടിയുമായി നമ്മൾ ഇനി കളിക്കാൻ പോവാണ്.
ഈ സുധി കോടീശ്വരനാവാൻ പോവാ. ഈ സമയത്ത് തന്നെ ആനന്ദൻ അങ്ങോട്ടേക്ക് വരും. സുധിയുടെ മുഖത്ത് സന്തോഷം കണ്ടുകൊണ്ടതിന് ആനന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന്. അത് പിന്നെ പ്രോഫിറ്റ് കിട്ടി, അഭിലാഷ് സർ അയച്ചു. എത്ര കിട്ടിയെന്ന് സുധി പറയാൻ പോയെങ്കിലും പെട്ടെന്നിനെ അതങ്ങ് വിഴുങ്ങി. തൽക്കാലം ഇവൻ അറിയണ്ട എന്ന് കരുതി ആനന്ദൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കറിയാം അഭിലാഷ് സാറിനെ നിനക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാനല്ലേ. ആ ഇന്റർനാഷണൽ ഡീലർഷിപ്പ് കിട്ടിയത് എന്റെ സഹായം കൊണ്ടല്ലേ. എന്നിട്ട് എന്നോട് തന്നെ നീ ഇങ്ങനെ കള്ളത്തരം പറയണോ? നല്ല കാലം വരുമ്പോൾ നീ പഴയതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. നമ്മൾ പാർക്കിലെ ഫ്രണ്ട്സ് അല്ലേടോ. കടലയും കഴിച്ച് നടന്ന കാലമൊക്കെ നീ മറന്നോ? സുധി പറയുന്നത്, ഒന്ന് പതുക്കെ പറ, ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ കേൾക്കും, അതൊക്കെ എനിക്ക് നാണക്കേടാന്ന് പറയും. ശരി, ഞാൻ പോയിക്കോളാം. നിന്നോടൊരു നല്ല കാര്യം പറയാൻ വേണ്ടി വന്നതാ ഞാന്, വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് ആനന്ദൻ അങ്ങ് തിരിഞ്ഞു നടന്നു. ഉടനെ തന്നെ സുധി അവനെ വിളിച്ചു നിർത്തി. ആനന്ദൻ പുതിയൊരു ഐഡിയയുമായിട്ടാണ് വന്നത്. പൈസ കയ്യിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വില്ല അവിടെയുണ്ട്. ഒരു ബംഗ്ലാവ് തന്നെയാ അത് വിൽക്കാൻ വെച്ചിരിക്കുവാണ്. 5 കോടി രൂപയാ പറയുന്നതെങ്കിലും ഒരു 3 കോടിക്ക് അതങ്ങ് വാങ്ങിയെടുക്കാം. പുള്ളിക്കാരന് ഇവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കൊടുക്കുന്നതാണ്. ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സുധി, നീ വീട് നോക്കാൻ പോവാണോ എന്ന്? വെറുതെ പൈസ കളയില്ലേ? പക്ഷേ ആനന്ദം വിട്ടില്ല. ലാഭത്തിന് കിട്ടുമ്പോൾ വാങ്ങണം പെങ്ങളെ, അഡ്വാൻസ് ഇപ്പോൾ കൊടുത്താൽ മതി, ബാക്കി ലോൺ എടുത്ത് സെറ്റാക്കാലോ. സുധിക്കും ആ ഒരു ഐഡിയ അങ്ങ് ഇഷ്ടപ്പെട്ടു. ബംഗ്ലാവിന്റെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ 2 പേർക്കും അത് ഭയങ്കര അങ്ങ് ഇഷ്ടമായി. ആനന്ദം പറയുന്നുണ്ട്, കണ്ടില്ലേ, നിനക്ക് നല്ല കാലം വരുമെന്ന ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ശ്രുതിയും സുധിയും ഒക്കെ ആ ഒരു പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കെത്തി. ചന്ദ്രമതിയെ രവീന്ദ്രനെയൊക്കെ വിളിപ്പിച്ചു വരുത്തി. അച്ഛാ, ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞ് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. രേവതിയും സച്ചിയും വർഷയൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതെന്താണ് വിശേഷമെന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ സുധി പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് ബിസിനസ്സിൽ നിന്നും ആദ്യത്തെ പ്രോഫിറ്റ് കിട്ടി 10 ലക്ഷം രൂപ. സച്ചി ഇത് കേട്ടെങ്കിൽ കളിയാക്കുകയാണ്. എടാ, വെറുതെ കള്ളം പറയില്ലേ? ഞാനെന്തിനാ കള്ളം പറയുന്നത് എന്ന് സുധി ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാം അധ്വാനത്തിന്റെ ഫലമാണ് ഇത് എന്ന്. പരസ്യത്തിനൊക്കെ ഞങ്ങളല്ലേ നിന്ന് തന്നത്. ഉടനെ തന്നെ ചന്ദ്രമതി അങ്ങ് ചാടി വീണു. അതൊക്കെ എൻ്റെ മോന്റെ കഷ്ടപ്പാടാണ്. നിങ്ങൾ ആരും അതിന് കണ്ണ് വെക്കേണ്ട. എൻ്റെ മോൻ ഇനിയും ഉയരങ്ങളിലെത്തും. അവന്റെ പേരിലായിരിക്കും ഇനി ഞാൻ അറിയപ്പെടുന്നത്. സുധി പറഞ്ഞു, അമ്മേ, ഇനിയും പ്രോഫിറ്റ് വരും. എനിക്കറിയാടാ നീ മിടുക്കനാണ് എന്ന് ചന്ദ്രമതി അവനെ പുകഴ്ത്തി. അന്നേരം ശ്രുതി ഒരു ജ്വല്ലറി ബോക്സ് എടുത്തു കൊടുത്ത് ചന്ദ്രമതിയുടെ കയ്യിലേക്കും കൊടുത്തു. ഇതെന്താടാ എന്ന് ചോദിച്ചപ്പോൾ അമ്മക്കുള്ളതാണെന്ന് പറയും. 2 സ്വർണ്ണവളകളായിരിക്കും അത്. ചന്ദ്രമതിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാതെയായി. അവൾ സുധിയെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അച്ഛനൊന്നും വാങ്ങിച്ചില്ലേടാ എന്ന് സച്ചി ചോദിച്ചപ്പോൾ സുധി ഒരു കവർ എടുത്തു കൊടുത്തു. അതിൽ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു. ചന്ദ്രമതിക്ക് ലക്ഷങ്ങൾ വിലയുള്ള വള വാങ്ങിച്ചപ്പോൾ അച്ഛന് വാങ്ങിയത് വെറും 1000 രൂപയുടെ ഒരു ഷർട്ട് മാത്രം. സച്ചി ഇത് കണ്ട് രേവതിയെ നോക്കി. രേവതി ഒന്നും പറയണ്ടെന്ന് കണ്ണോണ്ട് കാണിച്ചു. രവീന്ദ്രൻ പറയുന്നത്, ഇതൊന്നും വേണ്ടായിരുന്നു മോനെ, എനിക്കിവിടെ ഇഷ്ടംപോലെ ഷർട്ടുകളുണ്ടല്ലോ. അപ്പോഴാണ് സുധി ആ ഒരു വലിയ ബോംബങ്ങ് പൊട്ടിക്കുന്നത്. അച്ഛാ, ഞാനൊരു ബംഗ്ലാവ് വാങ്ങാൻ തീരുമാനിച്ചു. ആനന്ദം പറഞ്ഞതാ, 2-3 കോടി വരും. നമുക്ക് പോയിട്ടൊന്ന് നോക്കാം. ചന്ദ്രമതിക്കത് കേട്ടപ്പോൾ ഇരട്ടി സന്തോഷമായി. വലിയ വീട്ടിൽ താമസിക്കാമല്ലോ. പക്ഷേ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ, പൈസ എന്നും ഇങ്ങനെ ദൂർത്തടിക്കേണ്ടടാ, ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനമെടുത്താൽ പോരെ. സുധി സമാധാനിപ്പിച്ചു. അതൊക്കെ ശരിയാവും അച്ഛാ, ഇപ്പോൾ അഡ്വാൻസ് കൊടുത്താൽ മതി. പക്ഷേ രവീന്ദ്രന്റെ മനസ്സിൽ വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. കാരണം സുധിയുടെ ഈ ഒരു എടുത്തുചാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ആനന്ദൻ കാണിച്ചു കൊടുത്ത ആ ഒരു സ്വപ്നതുല്യമായ ബംഗ്ലാവ് കാണാൻ സുധിയും ശ്രുതിയും ചന്ദ്രമതിയും കൂടി പുറപ്പെട്ടു. വലിയ മതിൽ കെട്ടും ഗേറ്റുമുള്ള ആ ഒരു ആഡംബര വീട് കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിയുടെ കണ്ണങ്ങ് തള്ളിപ്പോയി. എൻ്റെ മോനെ, ഇത് വെറും ഒരു വീടല്ല, ഇതൊരു കൊട്ടാരമല്ലേ എന്ന് പറഞ്ഞ് അവർ ഓരോ മുറിയും ഇങ്ങനെ കിടന്ന് കയറി കണ്ടു. സുധിക്കും ആ ഒരു വീട് വല്ലാതങ്ങ് ബോധിച്ചു. പക്ഷേ രവീന്ദ്രൻ മാത്രം മാറി നിന്ന് എന്തോ ആലോചനയിലായിരുന്നു. 3 കോടി രൂപയുടെ ഇടപെടൽ എന്തോ ഒരു പന്തികേട് അദ്ദേഹത്തിന് തോന്നി. അടുത്ത ദിവസം തന്നെ ആനന്ദൻ ഒരു വക്കീലുമായി സുധീരെ ഷോപ്പിലേക്കെത്തി. അഡ്വാൻസായി 20 ലക്ഷം രൂപ ഉടനെ തന്നെ വേണമെന്നും ബാക്കി തുക ലോൺ വഴി ശരിയാക്കാമെന്നും അവർ വിശ്വസിപ്പിച്ചു. ബിസിനസ്സിൽ നിന്നും കിട്ടിയ ലാഭവും പിന്നെ കുറച്ച് സ്വർണമൊക്കെ പണയം വെച്ചുകൊണ്ടതിന് സുധി ആ ഒരു തുക ആനന്ദിനെ ഏൽപ്പിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആധാരത്തിന്റെ കാര്യത്തിലോ ലോണിന്റെ കാര്യത്തിലോ ഒരു വ്യക്തിയും വന്നില്ല. ആനന്ദിന്റെ ഫോണാണെങ്കിൽ വിളിച്ചു നോക്കുന്ന സമയത്തിന് സ്വിച്ച് ഓഫ് ആയതോടുകൂടി സുധിക്ക് നെഞ്ചരിപ്പ് കൂടി. ഈ സമയത്താണ് വർഷയും സച്ചിയും തങ്ങളുടെ രഹസ്യ അന്വേഷണം പൂർത്തിയാക്കിയത്. ശ്രുതി എന്തിനാണ് പണം ബാമാൻഡിക്ക് കൊടുത്തത് എന്ന സത്യം അവർ കണ്ടെത്തി. സത്യത്തിൽ സുധിയുടെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നും ശ്രുതി തന്നെയായിരുന്നു ആ ഒരു പഴയ 2 ലക്ഷം രൂപ മോഷ്ടിച്ചത്. ശ്രുതി അറിയാതെ തന്നെ തന്റെ ആഡംബര മോഹങ്ങൾക്കായിട്ടും ആന്റണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും അവൾ ആ ഒരു പണം ചിലവാക്കുകയായിരുന്നു. ആ ഒരു കുറ്റം മറ്റൊരാളുടെ തലയിൽ കെട്ടിവരുമെന്ന് പേടിച്ചുകൊണ്ടാണ് അവൾ ആ ഒരു സ്വന്തം താലിമാല വരെ പണയം വെച്ചു കൊടുത്തിന് ആ ഒരു പണം തിരികെ നൽകിയത്. വിവരങ്ങൾ അറിഞ്ഞ സച്ചി സുധിയെയും ശ്രുതിയെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുത്തിന് ചോദ്യം ചെയ്തു. ചന്ദ്രമതി അപ്പോഴും തന്റെ മകനെ ന്യായീകരിക്കാൻ നോക്കിയെങ്കിലും ആനന്ദൻ ഒരു തട്ടിപ്പുകാരനാണെന്നും സുധി നൽകിയ 20 ലക്ഷം രൂപയുമായിട്ട് അയാൾ മുങ്ങിയതാണെന്നും പറഞ്ഞതോടുകൂടി തന്നെ അവർ ആകങ്ങ് തളർന്നുപോയി.
ആനന്ദൻ കാണിച്ചു കൊടുത്ത ആ ഒരു ബംഗ്ലാവ് സത്യത്തിൽ വിൽക്കാനുള്ളതൊന്നുമല്ലായിരുന്നു. അത് മറ്റാരുടെയോ ഒരു വാടക വീടായിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സുധിയെ നോക്കിക്കൊണ്ട് രവീന്ദ്രൻ പറഞ്ഞു, അമിതമായ ലാഭവും ആഡംബരവും മോഹിച്ച ഇങ്ങനെയിരിക്കും. അധ്വാനിക്കാതെ കിട്ടുന്ന പണം എന്നും ഇതുപോലെ തന്നെ പോകും സുധി. മകന്റെയും മരുമകളുടെയും കള്ളത്തരങ്ങൾ പുറത്തായതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് പിന്നെ തലയുയർത്തി നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായി. രേവതിയും സച്ചിൻ ചേർന്നുകൊണ്ട് തന്നെ തകർന്നടിഞ്ഞ ആ ഒരു കുടുംബത്തെ വീണ്ടും കെട്ടിപ്പടുക്കാൻ നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.